സ്ത്രീകളുടെ മുഖത്ത് പുരുഷന്മാരുടേതുപോലെ രോമവളർച്ച ഉണ്ടാവുന്നത് പലർക്കും തുറന്നു പറയാൻ പോലും മടിയുള്ള ഒരു പ്രശ്നമാണ്. മീശ പോലെ കാണപ്പെടുന്ന രോമങ്ങൾ, ചെറിയ രീതിയിൽ താടിയിലുണ്ടാവുന്ന ഹെയർ ഗ്രോത്ത്, ഇത് പല സ്ത്രീകളുടെയും ആത്മവിശ്വാസം തന്നെ ഇല്ലാതാക്കുന്ന ഒരു കാരണമായി മാറുന്നുണ്ട്. പ്രത്യേകിച്ച് 40 വയസ്സിന് ശേഷമാണ് ഇത് കൂടുതൽ നോട്ടീസബിളായി മാറുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ ഡ്രസ്സപ്പ് ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് പുറത്തേക്ക് പോകാൻ റെഡിയായി കണ്ണാടിയിൽ ചെന്ന് നോക്കുമ്പോൾ ആ സന്തോഷം ഒന്ന് കുറഞ്ഞതുപോലെ തോന്നിയിട്ടില്ലേ? ഫേസിൽ ഇത്തരത്തിലുള്ള ഹെയർ ഗ്രോത്ത് കൂടുതലാണെങ്കിൽ എത്ര നല്ല സ്കിൻ കെയർ ചെയ്താലും മുഖം ക്ലീൻ അല്ലെങ്കിൽ ആ ഒരു നീറ്റ് ലുക്ക് കിട്ടാറില്ല. പല സ്ത്രീകളും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണിത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇതൊരു സാധാരണ പ്രശ്നമാണോ? ഇതിന് ശരിയായ പരിഹാരമുണ്ടോ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സ്ത്രീകളുടെ മുഖത്ത് അമിതമായി രോമം വളരാൻ കാരണം എന്താണ്, അതിന് എന്താണ് ശരിയായിട്ടുള്ളൊരു പരിഹാരം, ഹോം റെമഡീസ് കൊണ്ട് ഇത് നിയന്ത്രിക്കാനാകുമോ, ഇതെല്ലാം വളരെ ക്ലിയറായി ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്ത്രീകളുടെ മുഖത്ത് അമിതമായി രോമം വളരാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹോർമോണൽ ഇംബാലൻസ് ആണ്. നമ്മുടെ ശരീരത്തിൽ ഫീമെയിൽ ഹോർമോണായ ഈസ്ട്രജനും മെയിൽ ഹോർമോൺ ഗ്രൂപ്പായ ആൻഡ്രജനും ഉണ്ടാകുന്നു. ഈ ഒരു ആൻഡ്രജൻ ഗ്രൂപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണാണ് ടെസ്റ്റോസ്റ്റെറോൺ. സാധാരണയായി ഇവ രണ്ടും ബാലൻസ് ആയിരിക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. പക്ഷേ ടെസ്റ്റോസ്റ്റെറോൺ ലെവൽ കൂടുകയോ അല്ലെങ്കിൽ ഈസ്ട്രജൻ കുറയുകയോ ചെയ്താൽ മുഖത്ത് മെയിൽ പാറ്റേൺ പോലെ രോമവളർച്ച കാണാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇതൊരു സർഫസ് പ്രോബ്ലം അല്ല, ബോഡിയുടെ ഉള്ളിലെ ഇംബാലൻസിന്റെ സൈനാണ്. ഇനി രണ്ടാമത്തെ ഒരു കാരണമെന്ന് പറയുന്നത് പെരിമെനോപോസും മെനോപോസുമാണ്. 35-40 വയസ്സിന് ശേഷം സ്ത്രീകളിൽ ഒരു ട്രാൻസിഷൻ ഫേസ് തുടങ്ങും. അതിനെ പെരിമെനോപോസ് എന്നാണ് പറയുന്നത്. ഇത് എന്താണെന്ന് പറഞ്ഞാൽ, മെനോപോസ് അതായത് പീരീഡ്സ് പൂർണ്ണമായി നിൽക്കുന്ന അവസ്ഥ വരുന്നതിന് മുൻപേ ഉള്ള വർഷങ്ങളാണ് പെരിമെനോപോസ് എന്ന് പറയുന്നത്. ഈ സമയത്ത് സ്ത്രീകളുടെ ശരീരത്തിൽ ഹോർമോൺ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുകയില്ല. ഈസ്ട്രജൻ എന്ന ഫീമെയിൽ ഹോർമോൺ കുറയാൻ തുടങ്ങും. ചില ദിവസങ്ങളിൽ കൂടുകയും ചില ദിവസങ്ങളിൽ കുറയുകയും ചെയ്യുന്ന ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും. ഇതും ഇത്തരത്തിലുള്ള രോമവളർച്ചയ്ക്ക് കാരണമാകും. അതുപോലെ മെനോപോസ് ആയാൽ, അതായത് ആർത്തവ വിരാമമായാൽ ഈസ്ട്രജൻ കുറയാൻ തുടങ്ങും. ഇതിന്റെ ഫലമായി ആൻഡ്രജൻ, പ്രത്യേകിച്ച് ടെസ്റ്റോസ്റ്റെറോണിന്റെ എഫക്റ്റ് കൂടുതലായി കാണാൻ തുടങ്ങും. അതാണ് ചില സ്ത്രീകളിൽ രോമവളർച്ച കൂടാനും ചില സ്ത്രീകളുടെ ശബ്ദം പോലും അല്പം ഹെവി ആയിട്ട് മാറാനും കാരണമാകുന്നത്. പിന്നെ ചില സ്ത്രീകളിൽ ഈ പ്രശ്നം കൂടുതൽ നോട്ടീസബിൾ ആകാൻ കാരണം PCOS അല്ലെങ്കിൽ PCOD പോലുള്ള ഹോർമോണൽ കണ്ടീഷൻസ് ആകാം. അതുപോലെ തന്നെ ചിലർക്കിത് പാരമ്പര്യമായിട്ടും വരാം. അത് കുടുംബത്തിലുണ്ടെങ്കിൽ അതേ പാറ്റേൺ ഇവർക്കും കാണാൻ കഴിയുന്നതാണ്. പിന്നെ ഇതിനു പുറമെ ഉറക്കമില്ലായ്മ, സ്ട്രെസ്, അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്നിവയും ഹോർമോണൽ ബാലൻസിനെ ബാധിച്ച് ഹെയർ ഗ്രോത്ത് കൂടാൻ കാരണമാകാം. ഇനി ഇത്തരം പ്രശ്നങ്ങൾക്ക് എന്താണ് ഒരു പരിഹാരമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് കുറയ്ക്കാൻ ഹോം റെമഡീസ് ഒരു ഇഫക്റ്റീവ് സൊല്യൂഷൻ അല്ല. ചിലപ്പോൾ 20s മഞ്ഞൾ പോലെയുള്ള നാച്ചുറൽ ഹോം റെമഡീസ് ഉപയോഗിക്കുമ്പോൾ ഹെയർ അല്പം ലെസ് വിസിബിളായി തോന്നാം. പക്ഷേ അതൊരിക്കലും പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. പ്രത്യേകിച്ച് ഹോർമോണൽ ഇംബാലൻസ്, PCOS, PCOD പോലുള്ള കാരണങ്ങളാൽ രോമവളർച്ച കൂടുന്നുണ്ടെങ്കിൽ അതൊരു ഹോം റെമഡി കൊണ്ട് കംപ്ലീറ്റ്ലി മാറ്റാൻ കഴിയില്ല. നിങ്ങൾ എന്തെങ്കിലും അപ്ലൈ ചെയ്താൽ കുറച്ച് സമയം കൺട്രോളായി തോന്നാം, പക്ഷേ വീണ്ടും അതേപോലെ വളരാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ മുഖത്തിന് ഒരു നീറ്റായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ലുക്ക് നൽകാൻ ഈ അൺവാണ്ടഡ് ഹെയർ റിമൂവ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുഖത്ത് അമിതമായിട്ട് രോമമുണ്ടെങ്കിൽ നിങ്ങൾ എത്രയൊക്കെ സ്കിൻ കെയർ ചെയ്താലും എത്രയൊക്കെ മേക്കപ്പ് ചെയ്താലും ഒരു നീറ്റ്നെസ് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ മുഖത്ത് രോമവളർച്ച ഉണ്ടെങ്കിൽ നിങ്ങളത് റിമൂവ് ചെയ്തിരിക്കണം. ഇതിന് പല മെത്തേഡ്സ് ഉണ്ട്: ത്രെഡിങ്, വാക്സിങ്, ലേസർ. പക്ഷേ പേഴ്സണലി ഫേസിൽ വാക്സിങ് ചെയ്യുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇത് ഇറിറ്റേഷൻസ്, സാഗിങ് പോലുള്ള പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലേസർ ട്രീറ്റ്മെൻറ്റ് ഇതൊരു ലോങ് ടേം ഓപ്ഷനാണ്. പക്ഷേ അത് ചിലവ് കൂടുതലുള്ളതിനാൽ എല്ലാവർക്കും പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് തന്നെ സേഫായിട്ടുള്ള, ഈസി ആയിട്ടുള്ള, അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഷേവിങ്. ശരിയായ രീതിയിൽ ക്ലീൻ റേസർ ഉപയോഗിച്ച് ഷേവ് ചെയ്താൽ യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഷേവിങ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ കട്ടിയാകും എന്നത് ഒരു മിത്ത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഫേഷ്യൽ ഹെയർ മാനേജ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നത് ഷേവിങ് തന്നെയാണ്.
ഇനി എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഷേവ് ചെയ്യേണ്ടതെന്നും എങ്ങനെയുള്ള റേസറാണ് ഉപയോഗിക്കേണ്ടതെന്നും ഞാൻ പറഞ്ഞു തരാം. മുഖത്തിന് ഉപയോഗിക്കേണ്ടത് പ്രത്യേകമായി ഫേഷ്യൽ ഷേവിങ്ങിനുള്ള റേസറാണ്. ഇനി ഷേവിങ്ങിന് ഉപയോഗിക്കുന്ന റേസർ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേപോലെ ഉള്ളതല്ല. പുരുഷന്മാർ സാധാരണയായി യൂസ് ചെയ്യുന്ന റേസർ മൾട്ടി ബ്ലേഡ് ആയിരിക്കും. കാരണം അവരുടെ ഫേഷ്യൽ ഹെയർ കൂടുതൽ തിക്കായിരിക്കും. അതേസമയം സ്ത്രീകളുടെ മുഖത്തിലെ സ്കിന്ന് കൂടുതൽ ഡെലിക്കേറ്റും സെൻസിറ്റീവുമാണ്. ഹെയർ ഗ്രോത്തും താരതമ്യേന സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പുരുഷന്മാർ ഉപയോഗിക്കുന്ന റേസർ സ്ത്രീകൾ ഫേസിൽ ഉപയോഗിക്കാൻ പാടില്ല. അതിനു പകരം സിംഗിൾ ബ്ലേഡുള്ള ഫേഷ്യൽ റേസർ ഉപയോഗിക്കുന്നതാണ് സേഫസ്റ്റ് ഓപ്ഷൻ. ഇത് സ്കിന്നിനെ ജെന്റിലായും ഇറിറ്റേഷൻസ് ഇല്ലാതെ നീറ്റായിട്ട് ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. 2 ബ്ലേഡുള്ള റേസർ ഉപയോഗിക്കാം. പക്ഷേ ബിഗിനേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നുള്ളവരാണെങ്കിൽ സിംഗിൾ ബ്ലേഡ് ഫേഷ്യൽ റേസറാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി ഷേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ഷേവ് ചെയ്യുന്നതിന് മുൻപ് മുഖം ക്ലീൻ ആക്കുക. ഡ്രൈ ആയി ഒരിക്കലും ഷേവ് ചെയ്യരുത്. അതിന് പകരം അലോവേറ ജെല്ലോ അല്ലെങ്കിൽ ഒരു ലൈറ്റായിട്ടുള്ള മോയ്സ്ചറൈസറോ അപ്ലൈ ചെയ്യുക. എന്നിട്ട് വേണം ഷേവ് ചെയ്യാനായിട്ട്. അത് ചെയ്യേണ്ടത് ഹെയർ ഗ്രോത്തിൻ്റെ ഡയറക്ഷനിൽ തന്നെ ജെന്റിലായി ഷേവ് ചെയ്യുക. ഫോഴ്സ് ഉപയോഗിക്കുകയും ചെയ്യരുത്. അതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഷേവ് ചെയ്യുകയും ചെയ്യരുത്. ഷേവിങ് കഴിഞ്ഞാൽ മുഖം വാഷ് ചെയ്ത് നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഇത് സ്കിന്നിനെ കാമാക്കാൻ സഹായിക്കും. ഒരു 3-4 തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റേസർ ചേഞ്ച് ചെയ്യുകയും ചെയ്യണം. അത് മറന്നു പോകരുത്. ഈ റേസർ നിങ്ങൾക്ക് ബാത്റൂമിൽ തന്നെ സൂക്ഷിക്കാം. ഫേഷ്യൽ ഹെയർ വേഗം വളരുന്നവർക്ക് ഇത് റെഗുലറായിട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ ഡെയിലി ഷേവ് ചെയ്യുന്നത് കൊണ്ട് ഹെയർ കട്ടിയാവുകയോ പുരുഷന്മാരെ പോലെ ആവുകയോ ഒന്നും ചെയ്യില്ല. അതൊരു മിത്ത് മാത്രമാണ്. മറിച്ച് റെഗുലർ ഷേവിംഗ് കൊണ്ട് മുഖമൊക്കെ കൂടുതൽ നീറ്റായും ഡെഡ് സെൽസ് ഒക്കെ റിമൂവായും സ്കിൻ കൂടുതൽ സ്മൂത്തായി തോന്നുകയും ചെയ്യും. അതുകൊണ്ട് ഇനി ഞാൻ ഷേവ് ചെയ്താൽ എൻ്റെ മുഖത്ത് നിറയെ രോമം വളരുമെന്ന് പേടിച്ച് അത് ചെയ്യാതെ നിങ്ങൾ ഇരിക്കേണ്ട. വെറുതെ ഹോം റെമഡീസ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ സമയവും കളയണ്ട. ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഷേവ് ചെയ്താൽ നിങ്ങളുടെ മുഖം ബ്രൈറ്റ് ആവുകയും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുകയും ചെയ്യും. എനിക്കറിയാം, പലർക്കും ഈ മുഖത്തെ അമിത രോമവളർച്ച മൂലം പുറത്തു പോകുവാൻ പോലും, ആളുകളോടൊന്ന് സംസാരിക്കുവാൻ പോലുമുള്ള കോൺഫിഡൻസ് ഇല്ലാതെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട. നല്ലൊരു റേസർ വാങ്ങുക. അതിന് വലിയ വിലയൊന്നും കൊടുക്കേണ്ടി വരില്ല. ഓൺലൈനിൽ ഒരുപാടുണ്ട്. അതുപയോഗിച്ച് നിങ്ങളുടെ മുഖത്തെ രോമങ്ങൾ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. ഡെയിലി ചെയ്യേണ്ടി വരും. അതിനെന്താ, നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്നില്ലേ? അതുപോലെ മാത്രം ഇതിനെയും കണ്ടാൽ മതി. ഇത്തരത്തിലുള്ള അമിതമായ രോമവളർച്ച ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഹെയർ റിമൂവ് ചെയ്യുകയാണെങ്കിൽ എത്ര ഭംഗിയാവുകയും നീറ്റാവുകയും ചെയ്യുമെന്നോ നിങ്ങളുടെ മുഖം. അതുകൊണ്ട് തന്നെ ഇത് സേഫായ ഒരു ഗ്രൂമിംഗ് മെത്തേഡായി നിങ്ങൾക്ക് കോൺഫിഡൻ്റ്ലി ഫോളോ ചെയ്യാം. അപ്പോൾ മുഖത്തിലെ രോമവളർച്ച ഒരു ലജ്ജിക്കേണ്ട കാര്യമല്ല. അതൊരു നാച്ചുറൽ ഹോർമോണൽ ചേഞ്ച് ആണ്. പക്ഷേ അതിനെ ഇഗ്നോർ ചെയ്യാതെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി മാനേജ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനുവേണ്ടി ഹോം റെമഡീസ് ചെയ്ത് സമയം കളയുന്നതിന് പകരം സയൻറ്റിഫിക്കലി ശരിയായ മെത്തേഡ് ഫോളോ ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് ഒരു നീറ്റായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള കോൺഫിഡൻറ്റ് ലുക്ക് നേടാനായിട്ട് കഴിയുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.